സ്വന്തമാണെന്നോ ആലോലം പുകവിളിൽ ഞാനൊന്ന് തൊട്ടോട്ടേ ഒളിച്ചിരിക്കാൻ വള്ളിക്കൂടിലെന്നൊരു കിഴച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ കിളിമകൾ വന്നില്ലേ. ഹായ് ഡിയർ ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ദേ ഒരു പറമ്പിൽ ഊഞ്ഞാലിലിരുന്ന് ആടുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ആദ്യക്കുട്ടിന് ഊഞ്ഞാൽ വേണം പറഞ്ഞിട്ട് ഇന്നലെ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ എനിക്ക് കുറേ പണികളൊക്കെ ഉണ്ട്. ചോറ് വയ്ക്കൽ, കറി വയ്ക്കൽ. ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നലെ കട ഇപ്പം ഞായറാഴ്ചയും കട തുറക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെ കുറേ ആവശ്യങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ ഇന്നലെ കട തുറന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കുറേ പണികളൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആദ്യക്കൂടി ഇടയ്ക്കിടയ്ക്ക് ഊഞ്ഞാലിൽ ആടിത്താന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മുടെ ഈ കാണുന്ന വീട് കണ്ടോ, ഇതൊരു വീടാണ് കേട്ടോ. ഈ വീട്ടിലെ ചേച്ചിക്ക് സുഖമില്ല, അത് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്. ആ ചേച്ചിക്ക് ക്യാൻസറാണ് കേട്ടോ. അപ്പോൾ 2 മക്കളാണ് ഉള്ളത്. ചേട്ടൻ മരിച്ചിട്ടിപ്പോൾ 1 വർഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 2ാമത്തെ വർഷം ആകുന്നതേ ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ പട്ടിയാണ്, കുഞ്ഞി എന്നാണ് പേര്. അപ്പോൾ അതിനെ നമ്മുടെ വീട്ടിൽ കെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ആ ചേച്ചീൻ്റെ കാര്യം പറഞ്ഞാൽ നല്ല സീരിയസ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം അതോർക്കുമ്പോഴൊരു വിഷമമുണ്ട് ഫ്രണ്ട്സ്. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർക്കും ക്യാൻസർ എന്ന് പറയുന്ന ഒരു അസുഖം ഇപ്പം അതിപ്പോൾ എല്ലാവർക്കും ഇപ്പം അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. വന്നു കഴിഞ്ഞാൽ തന്നെ തീർന്നു. അപ്പം അത് ഓർക്കുമ്പോൾ നല്ല വിഷമമുണ്ട് ഫ്രണ്ട്സ്. അപ്പം ഞാൻ ഇങ്ങനെ ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം കുഞ്ഞ് ആ ഒരു പട്ടീനെ ആദ്യക്കുട്ടനെന്ന് പറഞ്ഞ ഒരു പട്ടീനെയും ജീവികളെയും ഒന്നും പേടിയില്ല. അപ്പോൾ ആ പട്ടീൻ്റെ കയറിൽ പിടിച്ചിട്ട് ഇങ്ങനെ ഓട്ടമായിരുന്നു കേട്ടോ ആ കുഞ്ഞിയുടെ. അപ്പോൾ രാവിലെ തുടങ്ങി ഞാൻ പറയണം അതിനെ പിടിച്ചുകൊണ്ട് ഓടണ്ടെന്നാക്കും. അങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ അതിന് വേണ്ടി ഓടേണ്ടി വരും എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ അതൊന്നും കേൾക്കില്ല. ഇങ്ങനെ ഇടയ്ക്ക് കെട്ടിയിടുക, പിന്നെ അത് അതിനിങ്ങനെ ഓട്ടിക്ക് ഇങ്ങനെയൊക്കെ ആയിരുന്നു. അനിയണ്ണനുണ്ടായിരുന്നില്ല. നമ്മൾ പറഞ്ഞ് അവൻ വകവയ്ക്കുകയില്ല. അനിയണ്ണൻ പറഞ്ഞാലേ പേടിയുള്ളൂ കേട്ടോ. അപ്പം ഇന്നലെ അത് കണ്ടപ്പോൾ ഞങ്ങൾ 2 പേർക്ക് തല്ലുകൊണ്ടു. വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പോൾ വടിയെടുത്തിട്ട് എനിക്കും കിട്ടി അവനും കിട്ടി. അപ്പം പട്ടീനെ പിടിക്കലില്ല, അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നേരം വെളുത്ത ഉടനെ തന്നെ പറഞ്ഞു, അമ്മ എനിക്ക് ഊഞ്ഞാലാടണം എന്നൊക്കെ പറഞ്ഞു കേട്ടോ. പക്ഷേ ഒരു തവണ എങ്ങനെ വന്ന് ഊഞ്ഞാലാട്ടുള്ളൂ, പിന്നെ ആട്ടിയതേ ഇല്ല. ഒരാഴ്ചയായിട്ട് ആദ്യക്കുട്ടനെ ട്യൂഷനൊന്നും വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പാലക്കാട് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ചയോളം സ്കൂളിൽ പോയില്ല, ട്യൂഷനൊന്നും പോയില്ല. അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇന്നാണ് അവൻ ട്യൂഷനായിട്ട് ഞാൻ വിട്ടത്. ഇപ്പോൾ വിളിക്കാൻ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കട തുറക്കേണ്ട ദിവസമാണ്. പക്ഷേ ഇന്ന് ഞങ്ങൾ കട തുറന്നിട്ടില്ല. എന്നെ കൊണ്ടുപോകുന്ന ചേച്ചിക്ക് എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഹോസ്പിറ്റലിലേക്കൊന്ന് പോകണമായിരുന്നു. അതിനായിട്ട് പോയിരിക്കുകയായിരുന്നു. എനിക്കും ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് പോകേണ്ട ഒരു അവസ്ഥ വന്നു. വേറൊന്നുമല്ല, നമ്മുടെ അച്ഛൻ്റെ കാല് പൊട്ടിയിട്ട് ഷുഗറൊക്കെ ഉള്ളതാണ്. അപ്പം ഷുഗർ ടെസ്റ്റ് ചെയ്തു, അപ്പം നോർമലൊക്കെയാണ്. പക്ഷേ കാല് പൊട്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പം സർജനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചേർത്തല ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയായിരുന്നു. അവിടുത്തെ ഫോൺ നമ്പറിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. എത്ര വിളിച്ചാലും അവർ എടുക്കുകയില്ല കേട്ടോ. സർജനുണ്ടോ, എത്ര സമയം വരെയാണ്, എങ്ങനെയാണ്, ചില ദിവസങ്ങളിൽ ഉണ്ടാവാറുള്ളൂ, ചില ദിവസങ്ങളിൽ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചോദിക്കാൻ വിളിച്ചിട്ട് അവിടെ നിന്ന് എടുക്കണേ ഉണ്ടായിരുന്നില്ല. അതിനാണ് ദേഷ്യം വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരത്തെ പോകണമായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയില്ല. ഒരു 10 മണിയാകുമ്പോഴാണ് കേട്ടോ പോയത്. സർജന് ഇല്ലെങ്കിൽ പിന്നെയും നമ്മൾ പിന്നെയും ബുദ്ധിമുട്ടാകുമല്ലോ. കാരണം അത്രത്തോളം വേദനയും ഒക്കെയാണ് അച്ഛന്. ഇപ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഷുഗറിൻ്റെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ കാല് ഇടയ്ക്കിടയ്ക്ക് പൊട്ടുകയും ഹോസ്പിറ്റലിൽ സർജനെ കാണിച്ച് ആ വിരൽ മുറിക്കുകയൊക്കെ ചെയ്ത് 2 കാലിലെ വിരലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നിട്ട് കുറേ തവണ അച്ഛന് അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലിൽ കിടന്നതാണ്. അന്ന് അമ്മയൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്മ മരിച്ചതിന് ശേഷം പിന്നെ 3 തവണയായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് പൊറുപ്പാകാനാണെങ്കിൽ കുറേ ഇതെടുക്കും കേട്ടോ. അതിങ്ങനെ ചാല് കീറും പോലെ ഇങ്ങനെ കീറി പഴുപ്പായതുകൊണ്ട് കീറേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ചാല്, അതായത് വര ഇങ്ങനെ എടുത്തത് പൊറുപ്പായി വന്നുകൊണ്ടേ ഇരുന്നുള്ളൂ. പൊറുപ്പായി പൂർണ്ണമായും മാറിയതേ ഉള്ളൂ. അപ്പോഴേക്ക് വീണ്ടും പൊട്ടി.
അപ്പോൾ ഷുഗറുകാർക്ക് ഒരു കാലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് പഴുപ്പാവും, അങ്ങനെയൊക്കെയാണ് പ്രശ്നം. അപ്പോൾ ഇങ്ങനെ രണ്ട് കാലിലെ വിരലും ഇങ്ങനെ മുറിക്കുകയൊക്കെ ചെയ്തുകൊണ്ട് വിരൽ മുറിച്ചതുകൊണ്ട് തന്നെ കാല് മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കാൽ പൊട്ടിയിട്ടുണ്ടെങ്കിൽ അച്ഛൻ അറിയില്ല, പെട്ടെന്ന് അങ്ങോട്ട് അറിയില്ല. നമ്മൾ ആരെങ്കിലും കണ്ടത് പറഞ്ഞാൽ മാത്രം ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ അത് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ കാല് പൊട്ടിയിട്ട് അത് തുണി വെച്ച് കെട്ടി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് പോയിട്ട് തിരിച്ച് വരുമ്പോഴേക്കൊക്കെ അത് നടക്കാൻ പറ്റുന്നില്ല. നടക്കുമ്പോൾ വേദന കൊണ്ട് ഇങ്ങനെ ആഞ്ചിക്കൊണ്ട് അച്ഛൻ നടക്കണമെന്ന് നമ്മുടെ അടുത്തൊന്നും പറയൂല, വേദന സഹിച്ചുകൊണ്ടിരിക്കും. കാരണം നമുക്കൊരു ബുദ്ധിമുട്ടാകണ്ട, അല്ലെങ്കിൽ പൈസ ഒക്കെ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കുറേ പൈസയും കാര്യങ്ങളൊക്കെ വേണം, മരുന്ന് വാങ്ങിക്കാനും ഡോക്ടറെ കാണിക്കാനും വണ്ടി ചാർജൊക്കെ. ഓട്ടോയിൽ പോകാൻ പറ്റില്ല, ബസ്സിലൊന്നും പോകില്ല. അപ്പോൾ അതിനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടില്ലെന്ന് കരുതി മിണ്ടാണ്ട് അനങ്ങാണ്ടങ്ങ് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ അനങ്ങാണ്ടിരുന്ന വീണ്ടും കൂടുതൽ ബുദ്ധിമുട്ടാകും എന്നുള്ള ചിന്തയൊന്നും വരില്ല, മാറും എന്നുള്ള വിചാരത്തിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അതിനാണ് പിന്നെയും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകണം, നമുക്ക് പോകാമല്ലേ പറഞ്ഞപ്പോൾ ഇല്ല വേണ്ട 2 ദിവസം കൂടി കഴിയട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിനാണ് ദേഷ്യം വന്നു പറ്റില്ല, ഒരു ഹോസ്പിറ്റലിൽ പോയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എവിടേക്കാ ജിബ്രൻ വേണ്ട. അപ്പോൾ ഞങ്ങളിപ്പം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ കുറച്ച് നേരത്തെ പോകേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോയില്ല, ഒരു 10 മണിയാകുമ്പോഴാണ് പോയത്. അപ്പോൾ ടോക്കൺ ഒരു ദിവസം ഒരു 200 ടോക്കനൊക്കെ എടുക്കുകയുള്ളൂ. അത് കഴിയുമ്പോൾ ആ സമയം കഴിയുമ്പോൾ പിന്നെ രാവിലെ നേരത്തെ പോകണം, ഒരു 6 മണിക്ക് 7 മണിക്കൊക്കെ പോകണം, എന്നാലേ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ 10 മണിയാകുമ്പോഴേക്കൊക്കെ നമുക്ക് അത്രമാത്രം തിരക്കൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോയതുമില്ല, ഞങ്ങളൊരു 10 മണി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഓട്ടോയിൽ പോയത്. അപ്പോഴേക്കും ടോക്കൺ ടിക്കറ്റ് എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു. അത് കഴിയുമ്പോൾ പിന്നെ ഡോക്ടറെ സർജറി ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഇടവിട്ട് മാത്രമാണ് ഒ പിയിൽ ഇരിക്കുന്നത്. ഒരു ദിവസം ഒ പിയിൽ ഇരിക്കുകയാണെങ്കിൽ പിന്നത്തെ ദിവസം വീട്ടിൽ പോയി കാണുന്നതാണ്. അപ്പോൾ മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിരുന്നു ഡോക്ടറിൻ്റെ വീടുണ്ടായിരുന്നത്. ഫോൺ വിളിച്ച് ബുക്ക് ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല, നമ്മൾ അവിടെ പോയിട്ട് എഴുതി വയ്ക്കലാണ്. പിന്നെ ഡോക്ടർ താമസിക്കുന്ന സ്ഥലവും മാറിയിട്ടുണ്ട് ഇപ്പോൾ. അത് കാരണം ഇനിയിപ്പോൾ നാളെ കൂടി ഒന്ന് പോകണം. ഞങ്ങൾ തിരിച്ച് വരികയാണ് ചെയ്തത്. പക്ഷേ അച്ഛന് വേദനയാണ് ആകെ ഒരു പ്രശ്നം. രാത്രി ഒന്നും ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഗുളികയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇനി നാളെ ഒരു വൈകുന്നേരമാണ് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നാളെ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ആദ്യക്കുട്ടനെ സ്കൂളിലേക്ക് വിട്ടില്ല. ഇന്ന് പോയി കഴിഞ്ഞാൽ എപ്പോൾ വരുമെന്ന് അറിയില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയാൽ അവൻ ഓട്ടോയിൽ വരുമ്പോൾ ഞങ്ങൾ അടുത്ത വീട്ടിലൊന്നും ആരുമില്ല, അതുകൊണ്ട് അവന് വിടാതിരുന്നതാണ്. അപ്പോൾ നാളെ എന്തായാലും സ്കൂളിലേക്ക് വിടാമെന്ന് കരുതിയിരിക്കുകയാണ്. കാരണം ഒരാഴ്ച കൂടുതലായിട്ട് സ്കൂളിൽ പോയില്ല. ടീച്ചർ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് ആദ്യക്കുട്ടനെ വിടാത്തത് പറഞ്ഞ്. ഇനി അങ്ങനെ കൂടുതൽ പോകാതിരുന്ന അവനെ മടിയാകും, പഠിച്ചതൊക്കെ മറന്നും പോകും. അങ്ങനെ ഒരു പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ നാളെ വിടാമെന്നൊക്കെ കരുതിയിരിക്കുകയാണ്. ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വിശേഷങ്ങൾ. ഞാനിതേ പറമ്പിൽ വന്നിട്ട് ഇങ്ങനെ ഊഞ്ഞാലിൽ ഇങ്ങനെ ഇരുന്ന് ആടുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛന് കാപ്പിയൊക്കെ വെച്ച് കൊടുത്തു. കടയിൽ പോയി കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചു. ഞാൻ കാപ്പി കുടിച്ചില്ല, 2 വട വാങ്ങിച്ചിട്ട് കഴിച്ചതായി. നമ്മുടെ കുഞ്ഞിക്കും നമ്മുടെ ജിംബ്രനൊക്കെ ആയിട്ട് കൊണ്ടുവന്നതാണ്. അവർക്ക് ഒരിത്തിരി കൊടുത്തപ്പോൾ അവർക്ക് പറ്റിയില്ല, അത് പിടിച്ചില്ല, അവർ തിന്നില്ല. അപ്പോൾ ഞാൻ തിന്നു. എന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യക്കുട്ടനെ വിളിക്കാൻ പോകാൻ സമയമായിട്ടുണ്ട്. മുറ്റമൊന്നും അടിച്ചില്ല, റൂമും അടിച്ച് വൃത്തിയാക്കില്ല. അത് സംഭവം പാലക്കാട് പോയി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്കൊരു ക്ഷീണം തന്നെയാണ് കേട്ടോ. വീട്ടിലും കുറേ പണികളുണ്ടാകും, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇന്ന് കിടന്ന് ഉറക്കമൊക്കെ ആയിരുന്നു. ഇത്തിരി നേരം കിടന്ന് ഉറങ്ങിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കടയിലൊക്കെ പോയി. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം പിന്നെ വേറെ എന്താ വിശേഷങ്ങൾ? പിന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു. ഞാൻ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടാതെയൊക്കെ അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ മുടി ഇങ്ങനെ ചീപ്പ് കണ്ടില്ല ഫ്രണ്ട്സ്. അത് എവിടെ കൊണ്ട് വെച്ചെന്ന് അറിയില്ല, ഒന്നും തിരഞ്ഞിട്ട് കാണുന്നില്ല. ആകെ റൂമിലെ തുണികളും എല്ലാം ആകെ അലങ്കോലമായി കിടക്കണം കേട്ടോ.
അത് ചീർപ്പ് എവിടെ വെച്ചതെന്ന് അറിയില്ല. നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ മുടി നല്ലപോലെ കൊഴിച്ചിലുണ്ട്. അപ്പോൾ ആ മുടിയൊക്കെ ഇങ്ങനെ ചീപ്പിൽ വെച്ചിട്ട് അവിടെ അനിയനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതെടുത്ത് വലിച്ചെറിയും. അപ്പോൾ ഞാൻ അത് പേടിച്ചിട്ട് ചീപ്പ് അവിടെ വെച്ച്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല അവിടെ വെച്ചെന്നുള്ളത്. ചിലപ്പോൾ ദേഷ്യം വന്നാൽ ചിലപ്പോൾ വലിച്ചെറിയും, ചിലപ്പോൾ എന്നെ വഴക്കിടും, കാണിച്ചു തരും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. പണിക്ക് പോയിട്ട് പനിയാണെന്നും പറഞ്ഞ് തിരിച്ച് വന്ന് ഒരു ഉറക്കവും കഴിഞ്ഞ് ഭക്ഷണവും കഴിച്ചിട്ട് വെളിക്കൊന്ന് പോയിരിക്കുകയാണ്. ഇനി എപ്പോൾ വരുമെന്നറിയില്ല. ഞാൻ കുറേ വിളിച്ചാലേ വരുള്ളൂ കേട്ടോ. വഴക്കുണ്ടാക്കാൻ ഇവിടെ ആളില്ല. വേഗം വാ പറഞ്ഞാൽ വരും. പിന്നെ ഒന്നും രണ്ടും പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കുമെന്ന്. അങ്ങനെ വലിയ വഴക്കൊന്നുമല്ല, ചിലപ്പോഴൊക്കെ വലിയ വഴക്കുണ്ടാകും, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തെറ്റും. എന്നാലും അതിലൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഫ്രണ്ട്സ്. അതൊക്കെ ഒരു രസം മാത്രമാണ്. അപ്പോൾ ഞാൻ വഴക്കുണ്ടാക്കാത്തവരാരോ ഉള്ളത്, എല്ലാവരും വഴക്കുണ്ടാക്കുന്നവരാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം ഇത് അനിയനും മിണ്ടാണ്ടിരിക്കും, ഞാനേ മിണ്ടാതിരിക്കുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കും. ആൾക്ക് ദേഷ്യം വരുമ്പോൾ ആൾ ദേഷ്യപ്പെടും, അത്രയുള്ളൂ. ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നേ, ഓരോന്നും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും. ഞാനാണ് ഫ്രണ്ട്സ് വഴക്കാളി. എല്ലാവരും വിചാരിക്കുന്നത് ഞാൻ നല്ല പാവമാണെന്ന് വിചാരിക്കും. ഞാൻ അത്ര പാവമൊന്നുമില്ല കേട്ടോ. അത്ര പാവമൊന്നുമില്ല കേട്ടോ ഫ്രണ്ട്സ്. എന്നാൽ പാവമാണെന്ന് ചോദിച്ചാൽ പാവമല്ലാതെയൊന്നുമില്ല. പക്ഷെ ദേഷ്യം വന്ന കണ്ണുകളില്ല. പിന്നെന്താ ഇപ്പോൾ പറയാനുള്ളത്? പിന്നെ വീട്ടിൽ പോയിട്ട് പള്ളി നിറച്ചൊക്കെ അടിപൊളിയായിരുന്നു. അച്ഛന് ഭയങ്കര സന്തോഷമായി. ശനിയാഴ്ച വരണം പറഞ്ഞിരുന്നു. പക്ഷെ അനിയൻ്റെ നടുവേദന ആയതുകൊണ്ട് നടുവേദനയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അച്ഛനും സുഖമില്ലാതൊക്കെ ഇരിക്കണം. അതുകൊണ്ട് പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ വന്നതാണ്. വരാൻ പറഞ്ഞിട്ട് വരാതിരുന്നാൽ പിന്നെ നമുക്ക് ഇനി അടുത്ത തവണയും വീട്ടിലേക്ക് പോകണ്ടേ. അപ്പോൾ പറഞ്ഞു ഞാൻ വീട്ടിലേക്ക് പോട്ടെ ചോദിച്ചാൽ, നീ കഴിഞ്ഞ തവണ പോയിട്ട് വരാൻ പറഞ്ഞപ്പോൾ വന്നില്ലല്ലോ, അപ്പോൾ പോകണ്ടെന്ന് പറയും. അത് കാരണം പറഞ്ഞ ദിവസം തന്നെ വന്നതാണ്. അപ്പോൾ ഇനി എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. ഇനി സ്കൂൾ വെക്കേഷൻ സമയത്ത് ഒരു 10 ദിവസം ഇരിക്കാനായിട്ട് പോകണം. പിന്നെ നല്ല അടിപൊളിയായിരുന്നു. വീട്ടിൽ ഇത്തവണ പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു. പള്ളി നേർച്ച എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലം മുതലേ കാണുന്നൊരു ആഘോഷമാണ്. ജാതി മതമൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ്. അപ്പം മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ചമ്മയും ഒക്കെ ഉണ്ട്. അച്ചമ്മ എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ ആഘോഷത്തിനും രാത്രിയൊക്കെ ഉറക്കമൊഴിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നൊക്കെ എന്നെയും കൂട്ടിക്കൊണ്ടേ പോകാറുള്ളൂ. അപ്പം കുറേ വർഷം കല്യാണം കഴിഞ്ഞിട്ട് രാത്രി ഞാൻ നേർച്ച കാണാനായിട്ട് പോയിട്ടേ ഉണ്ടായിരുന്നില്ല. ഇത്തവണ എൻ്റെ അമ്മായിയും മേമയും പിന്നെ രണ്ട് ചെറിയമ്മമാരും അമ്മായിയും ഉണ്ടായിരുന്നു. അവരുടെ കൂടെ ഞാൻ രാത്രി 11 മണിയാകുമ്പോൾ നേർച്ച കാണാനായിട്ട് പോയിട്ട് 4 മണിക്കാണ് വന്നത്. എന്നിട്ട് കിടന്നുറങ്ങി. എന്നിട്ട് വീണ്ടും അച്ഛനുമൊക്കെ ആയിട്ട് പോയി. അച്ഛന് ഭയങ്കര ധൃതിയാണ്. പെട്ടെന്ന് തന്നെ പള്ളി എത്തണം, അതേ സ്പീഡിൽ നേരെ വീട്ടിലെത്തണം. അങ്ങനെയാണ്. വേറെവരൊക്കെ ചുറ്റിയടിച്ച് എല്ലാം കണ്ട് വാങ്ങേണ്ടതൊക്കെ വാങ്ങിച്ചിട്ട് വരുള്ളൂ. അച്ഛൻ സമ്മതിക്കില്ല കേട്ടോ ഫ്രണ്ട്സ്. എന്നാലും അച്ഛൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ കൂടെ പോയി. തിരക്കില്ലാതെ തന്നെ പള്ളിക്കകത്ത് പോയി തൊഴുതി. ഇപ്പോൾ ആദ്യക്കുട്ടനുണ്ടെങ്കിൽ കളിപ്പാട്ടം വേണം, അത് വേണം ഇത് വേണം പറഞ്ഞ് ഒരേ ബഹളം വെക്കലും കരച്ചിലൊക്കെ ആയിരുന്നു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീടെത്തി. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് അലുവ മാത്രമേ വാങ്ങിച്ചുള്ളൂ, പൊരിയൊന്നും വാങ്ങിച്ചില്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ നല്ല സാധനം നമുക്ക് വീട്ടിലേക്ക് വേണ്ടതൊക്കെ പാലക്കാട്ടിൽ നിന്ന് അത്ര തിരക്കിനടിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട്, ഏറ്റെടുത്ത് കൊണ്ടുവരേണ്ട പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. ചേർത്തലേത്തി എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും വാങ്ങിച്ചിട്ട് വരാറ്. പാത്രമോ അങ്ങനെ എന്തെങ്കിലും ഞാൻ വാങ്ങിക്കും. എനിക്കിങ്ങോട്ട് വരുമ്പോൾ അച്ഛൻ പൈസയും തരാറുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛന് 2 കല്യാണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അച്ഛന് പൈസ തരാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് വേഷം വരുന്നു പറഞ്ഞ് എനിക്കുള്ളത് തന്നാൽ മതി പറഞ്ഞു. അങ്ങനെ അതും വാങ്ങിച്ചിട്ട് വന്നപ്പോൾ ഞാൻ 4 പ്ലേറ്റേ വാങ്ങിച്ചുള്ളൂ. പിന്നെ ആദ്യം കൂടെ കളിപ്പാട്ടവും വാങ്ങിച്ചിട്ട് വേഗം വീട്ടിലേക്ക് വന്നു. കളിപ്പാട്ടം എന്താ വാങ്ങിച്ചത്, എന്തുവാണ് ഫ്രണ്ട്സ് വാങ്ങിച്ചത്. അവന് കളിപ്പാട്ടം വേണം പറഞ്ഞിട്ട് അവനെ ഒരു റോബോട്ടിൻ്റെ ഇതാണ് കേട്ടോ വാങ്ങിച്ചത്. വന്ന് 2 ദിവസം കഴിഞ്ഞ് 3ാമത്തെ ദിവസം അതെല്ലാം കണ്ടം തുണ്ടം ഉറിഞ്ഞ് പൊട്ടിച്ച് എന്നിട്ട് പറയണം അത് പശ വാങ്ങിച്ചത് ഒട്ടിച്ച് തരാം. അത് ഒട്ടണമില്ല. അവന് പുതിയത് എന്തെങ്കിലും എപ്പോഴും വേണം. വീട്ടിൽ വരുമ്പോൾ ഒരു വീടാണ് വാങ്ങിച്ചത്, അത് അവിടെ മറന്നു വെച്ചിട്ട് വന്നു. ഇനി തിരിച്ചു പോകുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവും, ഭദ്രമായിട്ടുണ്ടാവും. ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ അത് കണ്ടം തുണ്ടം
ഞങ്ങൾ പാലക്കാടൻ ഭാഷയാണ് കണ്ടം തുണ്ടൊക്കെ. അതായത് എറിഞ്ഞ് പല കഷ്ണങ്ങളാക്കി മാറ്റും. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഫ്രണ്ട്സ് എൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ഇത് പറയുകയാണെങ്കിൽ യൂട്യൂബ് ചാനലിൽ ഇങ്ങനെ വീഡിയോസൊക്കെ ഇടുന്നത് കൊണ്ട്, ഷോർട്ടും വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഗുണമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണം എന്ന് പറയാൻ, നമുക്ക് നല്ലപോലെ കഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്ക് ഗുണമുണ്ടാകും. ലൈവ് ചെയ്യണം, പിന്നെ നല്ല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യണം, അങ്ങനെയൊക്കെ. എന്നെ സംബന്ധിച്ച് അതിനൊന്നും സത്യം പറയാൻ എനിക്ക് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ആദ്യക്കുട്ടനുണ്ടെങ്കിൽ ലൈവ് ചെയ്യാൻ സമ്മതിക്കില്ല. അല്ലാത്ത സമയത്ത് എനിക്ക് ഓരോരോ ആവശ്യങ്ങൾ ഓരോ ഇതൊക്കെ ആയിരിക്കും. അപ്പം ഈ സമയത്തൊക്കെ ലൈവ് ചെയ്യാമായിരുന്നു, പക്ഷെ ഇപ്പം ഞാൻ ചെയ്തില്ല. ലൈവ് ചെയ്ത് ആരും ഉണ്ടാവില്ല, കുറേ നേരം എനിക്ക് ഇരിക്കാൻ മടിയാണ്. ലൈവ് ചെയ്യണം, കുറച്ചും കൂടി കഴിയട്ടെ, എന്നിട്ട് ലൈവൊക്കെ ചെയ്യാമെന്ന് എഴുതിയിരിക്കണം. അപ്പോൾ നമുക്കൊരു യൂട്യൂബറാണെന്നുള്ള പേര് മാത്രം എനിക്ക് മതി. എനിക്ക് നമ്മുടെ ആദ്യക്കുട്ടൻ വളരുന്നു വരെ, അവൻ വലുതായി കഴിഞ്ഞാൽ അവനായിരിക്കും ഈ ഫോണിൽ യൂട്യൂബറാകുക. അതുവരെ ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ വിശേഷങ്ങൾ. ആദ്യക്കുട്ടനെ വിളിക്കാൻ പോകാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുക. തിരിച്ച് ഞാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഞാൻ കുറേ തവണ, ഇപ്പോൾ നമ്മുടെ ആർത്തിങ്കൽ പള്ളിയിൽ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എനിക്ക് രാവിലെ നേരത്തെ പോയി വൈകി ഒരു 5-6 മണിയാകുമ്പോൾ വരും. അപ്പം വന്നു കഴിഞ്ഞാൽ വീട്ടിലും പണിയുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ പിന്നെ പതിവിലും കൂടുതൽ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വർക്ക് കൂടുതൽ ചെയ്യുമ്പോൾ നമുക്ക് ശരീരവേദനയൊക്കെ ആയിട്ട് ക്ഷീണിച്ച് കിടക്കും. വീഡിയോസ് ചെയ്യാനായിട്ട് 1-2 ആഴ്ചയോളം എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു വ്യത്യാസമുണ്ട് എൻ്റെ ചാനലിൽ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ചെയ്യുന്നു. ഞാൻ റീൽസ് ചെയ്തിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ നിർത്താം.